എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ ലിസ് വൈബ്സിലേക്ക് സ്വാഗതം. ഡേ നമ്മുടെ ജാക്കി ഡേ 1, ഡേ 2 എപ്പിസോഡ്സിൽ ജാക്കിയുടെ വിശേഷങ്ങൾ നമ്മൾ കണ്ടതാണ്. ഡേ 3 പക്ഷേ ജാക്കിയുടെ വിശേഷങ്ങളൊന്നും എനിക്ക് പങ്കുവെക്കാനില്ല. അതിന് ഒരു സങ്കടകരമായ ഒരു കാര്യമാണ് ഞാൻ കേട്ടത്. അതെന്താണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫോറസ്റ്റിനുള്ളിൽ ഇവൻ എന്താ സംഭവിച്ചതെന്ന് അറിയണ്ടേ? വാ പറഞ്ഞുതരാം. അങ്ങനെ ഡേ 3 ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി നമ്മൾ അതിരുമല ബേസ് ക്യാമ്പിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ ഉണ്ട്. അവരവരുടെ പാസുകൾ ഗൈഡുകളിൽ നിന്ന് വാങ്ങി വേണം നമ്മൾ യാത്ര തിരിക്കുവാൻ. ഈ ബോർഡ് ശ്രദ്ധിച്ചോ? ഇതിന്റെ സൈഡിലൂടെ നമ്മളൊരു വഴി മുകളിലേക്ക് കാണുന്നില്ലേ? ആ വഴിയിലൂടെയാണ് നമ്മൾ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിലേക്ക് പോകേണ്ടത്. അതിരുമല ബേസ് ക്യാമ്പിൽ നിന്ന് അഗസ്ത്യാർകൂടം പീക്കിലേക്ക് ഏകദേശം 6 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. നിസ്സാരമെന്ന് തോന്നുമെങ്കിലും അതികഠിനമാണ് ആ യാത്ര. ഈ മലയ്ക്ക് അഗസ്ത്യർ മഹർഷിയുടെ പേരാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ട്രക്കിംഗ് സ്പോട്ട് മാത്രമല്ല, ഒരു സ്പിരിച്വൽ പ്ലേസ് കൂടിയാണ്. ഈ ഒരു ട്രക്കിംഗ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പെർമിറ്റ് ഉള്ളപ്പോൾ മാത്രം അനുവദിക്കുന്നതാണ്. ഓൺലൈൻ ബുക്കിംഗ് വഴിയാണ് പെർമിറ്റ് എടുക്കേണ്ടത്. ഇനി അഥവാ അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഏജൻസി ത്രൂവും നമുക്ക് ബുക്ക് ചെയ്യാം. ഒരു ദിവസം ലിമിറ്റഡ് ആളുകൾക്ക് മാത്രമേ എൻട്രി ഉണ്ടാകൂ. ഞാൻ പോയപ്പോൾ 130 പേരായിരുന്നു എൻ്റെ കൂടെ ട്രക്കിങ്ങിൽ ഉണ്ടായിരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയി ട്രക്കിങ്ങിന് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പ്ലാസ്റ്റിക് കംപ്ലീറ്റ്ലി കാടിനുള്ളിൽ പ്രൊഹിബിറ്റഡ് ആണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ബാഗുകൾ ചെക്ക് ചെയ്തതിന് ശേഷം പ്ലാസ്റ്റിക് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമ്മളെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ അനുവദിക്കൂ. ഇനി ഒഴിവാക്കാനാകാത്ത എന്തെങ്കിലും പ്ലാസ്റ്റിക് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ക്യാഷ് അടച്ചിട്ട് മാത്രമേ അലോ ചെയ്യൂ. നമ്മൾ കയ്യിൽ കൊണ്ടുവരുന്ന എല്ലാ പ്ലാസ്റ്റിക്കും ഫോറസ്റ്റ് ഓഫീസിൽ റെക്കോർഡ് ചെയ്യും. അതിനുവേണ്ടി ഒരു സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ക്യാഷ് അടയ്ക്കണം. തിരിച്ചു വരുമ്പോൾ എല്ലാ പ്ലാസ്റ്റിക്കും തിരിച്ച് കാണിച്ചാൽ ആ ക്യാഷ് ഫുള്ളായി തിരിച്ചു കിട്ടും. പക്ഷേ പ്ലാസ്റ്റിക് മിസ്സിങ് ആയാൽ ക്യാഷ് കട്ട് ചെയ്യും. ഇതൊരു പണിഷ്മെൻ്റ് ഒന്നുമല്ല കേട്ടോ, നമ്മുടെ കാടിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പെർഫ്യൂം, ഡിയോഡറൻറ്റ്, സെൻറ്റഡ് ക്രീം, സ്ട്രോങ് സ്മെല്ലുള്ള ഐറ്റംസ് ഒക്കെ കയ്യിൽ കൊണ്ടുവരാൻ പാടില്ല. കാടെന്ന് പറഞ്ഞാൽ വൈൽഡ് ലൈഫ് ഏരിയയാണ്. ഈ സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ലെല്ലാം ആനിമൽസിനെ ഡിസ്റ്റർബ് ചെയ്യും. ചില സമയങ്ങളിൽ ആനിമൽസ് അട്രാക്റ്റ് ആകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ റൂൾ സ്ട്രിക്റ്റ് ആണ്. നമ്മൾ എങ്ങനെയാണോ അതുപോലെ തന്നെ നാച്ചുറലായിട്ട് ഇരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അഗസ്ത്യാർകൂടം പാർട്ട് 2 എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ കാലുകളെല്ലാം മുറിഞ്ഞിരിക്കുകയാണ് പുതിയ ഷൂസ് ഇട്ടിട്ട്. സോ ഷൂസ് എല്ലാം ഞാൻ കെട്ടിപ്പൂട്ടി ബാഗിൽ വെച്ചിട്ട് ഒരു ചെരുപ്പിട്ടാണ് ഇന്നത്തെ എൻ്റെ ട്രക്കിംഗ്. സോ എനിക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ നടക്കാൻ ഇന്ന് സാധിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള എന്താണോ, അത് ചെരുപ്പാണെങ്കിലും ഷൂസ് ആണെങ്കിലും എന്താണെങ്കിലും അത് വേണം നമ്മൾ ട്രക്കിങ്ങിന് കൊണ്ടുവരാൻ. 3-ാം ദിവസത്തെ ട്രക്കിംഗ് അത്ര ഡിഫിക്കൽട്ട് എന്നല്ല, പക്ഷെ കൂടുതൽ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ്. മേലെ കയറിയ പോലെ ഇപ്പം സ്റ്റീപ്പായി താഴെ ഇറങ്ങണം. ഒരു സ്റ്റെപ്പ് പോലും കെയർ ഇല്ലാതിരുന്നാൽ സ്ലിപ്പാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഗൈഡ് പറയുന്നത് നന്നായി കേട്ട് നടക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ട്രക്കിങ്ങിൽ അതികഠിനം എന്ന് തോന്നുന്ന മുട്ടിടിച്ചാമ്പാറ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ മുട്ടിടിച്ചാമ്പാറ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ വഴി കണ്ടോ, ഇതാണ് കുന്നത്തേരി. ഈ വഴിയിലൂടെയാണ് അതിരുമല ബേസ് ക്യാമ്പിലേക്ക് വേണ്ട എല്ലാ ഭക്ഷ്യസാധനങ്ങളും ചാക്കുകളിൽ ചുമന്നു കൊണ്ടുവരുന്നത്. നമ്മുടെ വാച്ചർ അരുണിന്റെ വീടും ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ മാറിയിട്ടാണ്. നമ്മൾ അതിരുമല ബേസ് ക്യാമ്പിൽ കുടിക്കുന്ന ഒരു കട്ടൻ ചായക്ക് പോലും വലിയൊരു കഷ്ടപ്പാടിന്റെ കഥ പറയാനുണ്ട്. ഈ കാട്ടിൽ നമ്മൾ അതിഥികളായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെയുള്ള ട്രൈബൽസിനും ഇവിടെയുള്ള ജീവജാലങ്ങൾക്കും ഇതവരുടെ വീടാണ്. സോ അതുകൂടി റെസ്പെക്റ്റ് ചെയ്താണ് നമ്മൾ മുൻപോട്ട് നടക്കുന്നത്. കാടിനോട് സംസാരിച്ച് മല ഇറങ്ങുമ്പോൾ കണ്ട ഒരു മനം നിറയ്ക്കുന്ന ഒരു കാഴ്ചയാണിത്. അങ്ങനെ നമ്മൾ മുട്ടിടിച്ചാമ്പാറ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫോണിൽ നെറ്റ്വർക്കും നോട്ടിഫിക്കേഷനും ഒന്നും ഇല്ലാത്തത് ശരിക്കും ഒരു റിലീഫായിട്ടാണ് എനിക്ക് തോന്നിയത്. അത്രയ്ക്ക് പീസാണ് ഇവിടെ. അങ്ങനെ നമ്മൾ മുട്ടിടിച്ചാമ്പാറ ഇറങ്ങി പുൽമേട്ടിലേക്ക് എത്തിയേക്കാണ്. ഇവിടെ ഓരോ സ്ഥലവും ഓരോ ടെറൈനാണ്, ഓരോ ക്ലൈമറ്റാണ്. ഇവിടെ നിറയെ പുല്ലുകളും നല്ല കാറ്റുമായിരിക്കും, നല്ല വെയിലും ഉണ്ടാവും. ചുറ്റും പുൽമേടുകൾ. ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണിത്. ഞാൻ ഓഫ് സീസണിൽ ട്രക്കിംഗ് ആണ് ബുക്ക് ചെയ്തത്. സീസണൽ ട്രക്കിംഗ് വരുന്നത് ജാനുവരി ടു മാർച്ചിലാണ്. സോ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. നല്ലൊരു ഹെവി ട്രക്കിംഗ് കഴിഞ്ഞൊരു ഫീല് നമുക്കിവിടെ ഉണ്ടാവും. പിന്നെ ഇവിടെ നല്ല സണ്ണി ക്ലൈമറ്റ് ആയതുകൊണ്ട് ക്യാപ്പും സൺഗ്ലാസും ഒക്കെ എടുത്താൽ അത് നമുക്ക് ഉപകാരപ്പെടും.
ഈ കാണുന്ന സ്ട്രീമിൽ നിന്നാണ് ഞാൻ എൻ്റെ വാട്ടർ ബോട്ടിൽ റീഫിൽ ചെയ്തത്. നമുക്ക് പോകുന്ന വഴി ഇങ്ങനെ കുറേ സ്ട്രീംസ് ഉണ്ടാവും. നമുക്ക് അവിടെ നിന്ന് നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ റീഫിൽ ചെയ്തെടുക്കാം. കഴിവതും മാർച്ചിലേക്ക് ട്രക്കിങ് ബുക്ക് ചെയ്യാത്തതാണ് നല്ലത്. അതെന്താണെന്ന് വെച്ചാൽ അന്നേരം ഈ സ്ട്രീംസിൽ വെള്ളം വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഡ്രിങ്കിങ് വാട്ടറൊക്കെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അത് നമ്മുടെ ട്രക്കിങ്ങിനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക. പുൽമേട്ടിൽ ആന ഇറങ്ങിയിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. ആന മാത്രമല്ല, കാട്ടുപോത്തിന്റെ കാൽപ്പാടുകളും ഞാൻ അവിടെ കണ്ടിരുന്നു. പുൽമേട്ടിൽ നിന്ന് ബോണക്കാട്ടിലേക്ക് ഏകദേശം 8 മുതൽ 10 കിലോമീറ്റർ വരെ ഉണ്ടാവും. എൻ്റെ കണ്ണുകൾ കണ്ട 2 രാത്രികൾ അധികം ഉറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നുണ്ടോ? അതിജീവനത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒരു പരീക്ഷണം കൂടിയാണ് അഗസ്ത്യാർകൂടം ട്രെക്കിംഗ്. ആ പരീക്ഷയിൽ വിജയിച്ച് നമ്മൾ തിരിച്ചെത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ആത്മസംതൃപ്തി അത് വാക്കുകളിലൊന്നും വിവരിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ പുൽമേടുകൾ താണ്ടി അട്ടയാർ എത്തിയിരിക്കുകയാണ്. നദിക്ക് കുറുകെ കെട്ടിയിരിക്കുന്ന ഈ വടം ശ്രദ്ധിച്ചോ? ഇതുപോലുള്ള വടങ്ങൾ നദിക്ക് കുറുകെ കെട്ടിയിട്ടുണ്ടാവും. അതിൽ പിടിച്ച് ബാലൻസ് ചെയ്തും നമുക്ക് നദികൾ ക്രോസ് ചെയ്യാം. തളർന്ന കാലുകൾക്കും തോളുകൾക്കും ഇച്ചിരി റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ബാക്ക് പാക്കുകളെല്ലാം താഴെ ഇറക്കി വെച്ച് റെസ്റ്റ് എടുക്കുകയാണ് അട്ടയാറിൽ. കൂടെയുള്ള ചിലർ വിശ്രമമൊന്നുമില്ലാതെ വീണ്ടും മുന്നോട്ടേക്ക് യാത്ര തുടരുന്നു. ഇവിടെ വെച്ച് ജാക്കിക്ക് എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാം. രാവിലെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഞാൻ ജാക്കി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കൂടെ വന്ന വാച്ചറാണ് എന്നോട് പറഞ്ഞത് ക്യാമ്പിൽ നൈറ്റിൽ ഒരു പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നെന്നും പുലി ചിലപ്പോൾ അവനെ കടിച്ചെടുത്തുകൊണ്ട് പോയതാകുന്നു. വാച്ചർ പറഞ്ഞത് ഒരിക്കലും സത്യമാകരുതേന്ന് ഞാൻ ആഗ്രഹിച്ചു. കേട്ടപ്പോൾ എന്താണെന്നറിയില്ല, എൻ്റെ മനസ്സിനെ വല്ലാതെ അത് വിഷമിപ്പിച്ചു. ഈ അഗസ്ത്യാർകൂടം ട്രക്കിംഗെന്ന് ഞാൻ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ജാക്കിയുടെ മുഖമാണ്. അപ്പോൾ അവൻ ഈ ട്രക്കിങ്ങിൽ തന്നെ ഇല്ലാതായോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. എനിക്ക് മാത്രമല്ല കേട്ടോ, ഈ പറഞ്ഞ വാച്ചറിനും ഞങ്ങളുടെ കൂടെ ട്രക്കിങ്ങിന് വന്ന എല്ലാവർക്കും അതേ ഫീൽ തന്നെയായിരുന്നു. ആ ഒരു വിഷമം കൂടെ മനസ്സിൽ ഒതുക്കിയാണ് പിന്നെ മലയിറങ്ങിക്കൊണ്ടിരുന്നത്. മുൻപിൽ മനോഹരമായ പല കാഴ്ചകളും കാണുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സ് ജാക്കി എവിടെയായിരിക്കും എന്നുള്ള ചിന്തയിൽ തന്നെയായിരുന്നു. നൈറ്റ് ബേസ് ക്യാമ്പിൽ വെച്ചിട്ട് പലരും ഒരു വൈൽഡ് ആനിമലിന്റെ സാന്നിധ്യം കണ്ടു എന്നോട് പറഞ്ഞതും ഞാനപ്പോൾ ഓർത്തു. അഗസ്ത്യാർകൂടം പാർട്ട് 2 വ്ലോഗിൽ ഒരു വീഡിയോ ഉണ്ട്, ജാക്കി ഏതോ ഒരു വൈൽഡ് ആനിമലിനെ സെൻസ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ ഇത് കാടാണ്, ഇവിടെ കാടിൻ്റെ നിയമങ്ങളാണ്, നമുക്ക് അതിലൊന്നും പറയാനോ ചെയ്യാനോ ഇല്ല. ആ ഒരു സത്യം തിരിച്ചറിഞ്ഞ് ഞാൻ വീണ്ടും മുന്നോട്ടേക്ക് നടന്നു. അങ്ങനെ നടന്ന് ഏകദേശം ബോണക്കാട് ഫോറസ്റ്റ് ഓഫീസിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയും കുറച്ച് ദൂരം കൂടി മാത്രമേ ഉള്ളൂ മുൻപോട്ട്. ഏകദേശം നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ ഒരു ചെറിയ കയറ്റം കൂടെ കയറിയ ഫോറസ്റ്റ് ഓഫീസ് എത്തി. അങ്ങനെ വിജയത്തിൻ്റെ അവസാന പടിയിലേക്ക് ആ കയറ്റം കൂടി ഞാൻ കയറുകയാണ്. അങ്ങനെ ഏകദേശം 2 മണിയോടെ ഞാൻ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ തിരിച്ചെത്തി. ആ ടൈമിൽ ഞാനെന്തോ ഒളിമ്പിക്സ് നേടിയ ഫീലായിരുന്നു എനിക്ക്. തളർന്ന ഞാൻ ബാക്ക് പാക്കിൽ തലവെച്ച് അവിടെ തന്നെ കുറച്ചു നേരം കിടന്നു. ട്രക്കിങ്ങിൽ എന്നെ മല കയറാനും ഇറങ്ങാനും ഏറ്റവും ഹെൽപ്പ് ചെയ്ത ഒരാളാണ് അരുൺ. അരുണിനെ കണ്ട് ബൈ പറയാനാണ് ഞാൻ നിൽക്കുന്നത്. ഇവനെ കണ്ടോ? ഞാൻ മലയിറങ്ങി താഴെ വന്നപ്പോൾ ആശാൻ ഇവിടെ ഇരിപ്പുണ്ട്. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പോഴും വിട്ടിട്ടില്ല കേട്ടോ. ഇവനെ കണ്ടപ്പോൾ എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ആ ട്രിപ്പ് ഒരു ഹാപ്പി എൻഡിങ് ആയി. തിരുവനന്തപുരം എത്തി. ഇനി ട്രെയിൻ കയറി തിരിച്ച് വീട്ടിലേക്ക് പോകണം. അങ്ങനെ ഡേ 3 ട്രെക്കിംഗ് ഇവിടെ അവസാനിച്ചു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.